നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്പീഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് നമ്മുടെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യുക. അപ്പോൾ ഐബ്രോ നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് ത്രെഡ് ചെയ്ത ഒരു ഐബ്രോയിലായിരിക്കണം നമ്മൾ ബാലൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഐബ്രോയുടെ പൗഡറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ആദ്യം നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു മിഡിൽ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിനൊന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യരുത്. എപ്പോഴും സെന്ററിൽ നിന്ന് നമ്മൾ ഐബ്രോ സ്റ്റാർട്ട് ചെയ്ത് വേണം ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യരുത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രഷിലുള്ള ബാലൻസ് ഉള്ള ആ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് നമുക്ക് ലഭിക്കും. ഓൾറെഡി ഇച്ചിരി ആവശ്യത്തിന് തിക്നെസ് ഉള്ള ഒരു ഐബ്രോ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പൊ നോക്കിയേ, ഈ ഒരു ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ സ്പൂലി ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ആ പൗഡറിനൊക്കെ കറക്റ്റ് ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഐബ്രോ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കൺസീലർ എടുത്തിട്ട്, ഇപ്പോൾ എല്ലേഗേറിൻ്റെ ഒരു കൺസീലറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഐബ്രോ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണിന്റെ താഴ്ഭാഗത്ത് എങ്ങനെയാണോ ഷേപ്പ് ചെയ്തത് അതുപോലെ തന്നെ മുകൾ ഭാഗത്തും അതുപോലെ ഷേപ്പ് ചെയ്യുക. നമ്മളിത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബ്രഷ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു പുരികത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടൊരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പുരികം നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മുടെ ഒരു നല്ല രീതിയിൽ ഡിഫൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ടാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ബ്ലെൻഡ് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത്. ബ്ലെൻഡിങ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ മേക്കപ്പ് കറക്റ്റ് ഫ്ലോലെസ്സിലായിട്ട് നല്ലൊരു ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ബ്ലെൻഡിങ് നന്നായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കറക്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബനാന പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് സെറ്റ് ചെയ്യുക.